ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ, അങ്ങയുടെ ദിവ്യപ്രകാശത്താൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ മനസ്സിനെയും മനസാക്ഷിയെയും ജീവിതത്തെയും ജീവിത വ്യാപാരങ്ങളെയും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട്, അങ്ങയുടെ പ്രകാശം കൊണ്ട് ജ്വലിപ്പിക്കണമേ. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും അങ്ങയുടെ പ്രകാശം നുകരുവാനും ആ പ്രകാശം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. നല്ലവനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ പ്രകാശിക്കുന്ന ജീവിതവുമായി ഞങ്ങൾ ഈ ലോകത്തിൽ അങ്ങയുടെ സാക്ഷികളായി മാറട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 12-ാം വചനം ഇപ്രകാരം നാം വായിക്കുന്നു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ലഭിക്കും. ജീവൻ്റെ പ്രകാശം ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ച്, ദൈവത്തിൻ്റെ വഴികളിൽ ചരിച്ച്, ദൈവത്തിൻ്റെ മാർഗത്തിൽ വസിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മുന്നേറുന്ന ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് നിത്യപ്രകാശം. നിത്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തെക്കുറിച്ച് ആണ് നാം ഇന്ന് വിചിന്തനം നടത്തുക. ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം, വിശുദ്ധ വചനങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ചാണ് നാം ചിന്തിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വചനങ്ങൾ. അത്യുന്നതൻ്റെ ശക്തി സമുദ്രത്തിൻ്റെ മേൽ ചലിച്ചുകൊണ്ടിരുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി ജലപ്പരപ്പിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ഹാച്ചിങ് എന്നാണ്, അടയിരിക്കുക എന്നാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി ജലപ്പരപ്പിന് മുകളിൽ അടയിരുന്നിരുന്നു. ഈ അടയിരിക്കൽ പ്രക്രിയയുടെ അനന്തരഫലമായിട്ടാണ് തുടർന്നുള്ള വചനങ്ങളിൽ നാം സൃഷ്ടികർമ്മത്തിൻ്റെ വിശദീകരണങ്ങൾ മുഴുവൻ കേൾക്കുക. ഓരോ ദിവസത്തെയും സൃഷ്ടി കർമ്മങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം. ഇതെവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അത്യുന്നതനായ ദൈവത്തിൻ്റെ ആദിശക്തി, പരാശക്തിയായ ദൈവിക ചൈതന്യത്തിൻ്റെ ആ അടയിരിക്കലിൽ നിന്നാണ്. അടയിരിക്കൽ എന്താണ്? നിറഞ്ഞു കവിയുന്ന ചൈതന്യം, ചൂട്, സൃഷ്ടിക്ക് കാരകമായ ചൂട്, നിറഞ്ഞൊഴുകുന്ന ചൂട് ജലപ്പരപ്പിന് മുകളിൽ അടയിരിക്കുന്നത് പോലെ വിന്യസിച്ചപ്പോൾ, ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാ സൃഷ്ടികർമ്മം ആരംഭിക്കുകയായി. പിന്നീട് നാം വിശദമായി വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം മുഴുവനും നാം ഈ സൃഷ്ടികർമ്മത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് വിശുദ്ധ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ദൈവ സാന്നിധ്യം, ആത്മീയ സാന്നിധ്യം, സ്പിരിച്വൽ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ആത്മീയ സാന്നിധ്യം. ഈ ആത്മീയ സാന്നിധ്യത്തിൻ്റെ ഉയർന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണ് ഉൽപ്പത്തി 2:7 നാം കാണുന്നത്. മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അവൻ തൻ്റെ പ്രാണവായുവിനെ നിക്ഷേപിച്ചു. അതെ, അവൻ ആ സൃഷ്ടികർമ്മം ആരംഭിച്ച ആദിശക്തിയുടെ, പരാശക്തിയുടെ വാഹകനായി മാറി. മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി വഹിക്കുന്നവനായി മാറി. അവൻ ജീവൻ ഉള്ളവനായി മാറി. ജീവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ
ആത്മീയ സാന്നിധ്യത്തിൻ്റെ മറ്റൊരു പേരാണ് അവൻ ജീവനുള്ളവനായി മാറി. പ്രിയപ്പെട്ട മക്കളെ, ഈ തുടർന്നുള്ള ഓരോ ഗ്രന്ഥങ്ങളിലും ഈ ജീവൻ്റെ സാന്നിധ്യം, അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മീയ സാന്നിധ്യത്തിൻ്റെ ഓരോ മേഖലകളെ നാം കാണുകയാണ്. പ്രവാചകന്മാരുടെ പ്രവചനപരമായി, പുരോഹിതരുടെ പൗരോഹിത്യ അഭിഷേകമായി, രാജാക്കന്മാരുടെ ഭരണപാടവമായി, വില്ലാളി വീരന്മാരുടെ യുദ്ധനിപുണതയായി, ന്യായാധിപന്മാരുടെ ന്യായജ്ഞാനമായി, പുരോഹിതരുടെ അഭിഷേക ചൈതന്യമായി, അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, യുദ്ധത്തിൽ വിജയമായി എല്ലാം ഈ ചൈതന്യം പഴയ നിയമഗ്രന്ഥങ്ങളിലുടനീളം നമ്മൾ കാണുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും അകന്നുപോയ മനുഷ്യ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ അകന്നുപോയ മനുഷ്യ മനസ്സിന് തിരിച്ചു വരുവാൻ കഴിഞ്ഞില്ല. അത് മനസ്സിലാക്കിയ ദൈവം വീണ്ടും രണ്ടാമത്തെ സാന്നിധ്യത്തിൻ്റെ പടവിലേക്ക് കയറുകയാണ്. യെശയ്യായുടെ ഗ്രന്ഥം 7-ാം അധ്യായം 14-ാം വചനം നാം വായിക്കുന്നു. ഒരു കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ഇതാ, പഴയ നിയമ കാലഘട്ടം പൂർത്തിയായി, കാലത്തിൻ്റെ തെരുവിൽ പ്രവാചകന്മാരുടെ പ്രതീക്ഷയായി, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി മറിയത്തിൽ നിന്ന് ഈശോ ജനിക്കുകയാണ്. ഇതാ, ദൈവത്തിൻ്റെ രണ്ടാമത്തെ സാന്നിധ്യം വിശുദ്ധ വചനം പരിചയപ്പെടുത്തുകയാണ്. ഈശോയുടെ, ദൈവത്തിൻ്റെ ശാരീരിക സാന്നിധ്യം, ഫിസിക്കൽ പ്രസൻസ് ഓഫ് ഗാഡ്. ആത്മീയ സാന്നിധ്യം കഴിഞ്ഞു, ഇതാ ശാരീരിക സാന്നിധ്യം. ദൈവം മനുഷ്യനായി മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു. BCE 7-ാം വർഷം ഈശോ ജനിച്ചുവെന്നും AD 29-ാം വർഷം ഈശോ കൊല്ലപ്പെട്ടുവെന്നും ചരിത്രം സാക്ഷിയാക്കുകയാണ്, ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവം ഒരു കഥയുടെ ദൈവമല്ല, നമ്മുടെ ദൈവം ഐതിഹ്യങ്ങളുടെ ദൈവമല്ല, നമ്മുടെ ദൈവം നോവലിൻ്റെ ദൈവമല്ല, നമ്മുടെ ദൈവം വെറും ആകർഷണങ്ങളുടെ ദൈവമല്ല, നമ്മുടെ ദൈവം കേട്ടുകേൾവിയുടെ ദൈവമല്ല. മറിച്ച് എൻ്റെ ദൈവം, നിൻ്റെ ദൈവം ചരിത്രത്തിൻ്റെ ദൈവമാണ്, ചരിത്രത്തിൽ പ്രവേശിച്ച ദൈവമാണ്, ചരിത്ര സത്യമായ ദൈവമാണ്. അതാണ് ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ ശാരീരിക സാന്നിധ്യം വെളിപ്പെടുത്തുന്നത്. ഒരു കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന വചനം പൂർത്തിയാക്കി, ഇതാ ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിൻ്റെ മുന്നിലെത്തി അഭിവാദനം നൽകുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് നിഷ്കളങ്കമായ മനസ്സോടെ മറിയം ചോദിക്കുമ്പോൾ ദൈവദൂതൻ മറുപടി പറയുകയാണ്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, അതിനാൽ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ രണ്ടാമത്തെ സാന്നിധ്യം വിശുദ്ധ വചനം പരിചയപ്പെടുത്തുകയാണ്. ഈ ദൈവത്തിൻ്റെ ശാരീരിക സാന്നിധ്യം, ആ ഈശോയുടെ ജീവിതം മുഴുവൻ ദൈവ സാന്നിധ്യത്തിൻ്റെ തികവും പൂർണ്ണതയുമായിരുന്നു. വാക്കുകളിലൂടെ, ചിന്തകളിലൂടെ, ആംഗ്യങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, സൗഖ്യാനുഭവങ്ങളിലൂടെ, പീഡാസഹനങ്ങളിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ ഈ ദൈവം തൻ്റെ സാന്നിധ്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നാമുമായി പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ രണ്ടാമത്തെ സാന്നിധ്യവും വിശുദ്ധ വചനം പരിചയപ്പെടുത്തി. എന്നാൽ പുനരുദ്ധാനത്തോടുകൂടി ദൈവം തൻ്റെ മൂന്നാമതൊരു സാന്നിധ്യത്തെ പരിചയപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 14-ാം വചനം, പുനരുദ്ധാനാനന്തരം മറിയം കല്ലറയിലേക്ക് പോയി. ഈശോ അവിടെ അവൾക്ക് പ്രത്യക്ഷനായി. മറിയം ഈശോയെ തിരിച്ചറിഞ്ഞില്ല. അയാൾ തോട്ടക്കാരനാണെന്ന് കരുതി. മറിയം അവനോട് പറഞ്ഞു, എൻ്റെ കർത്താവിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചു? എന്നോട് പറയുക, ഞാൻ പോയി എടുത്തുകൊള്ളാം. ഉടനെ തിരിഞ്ഞു ഈശോ, അവളുടെ മുഖത്ത് നോക്കി, വാണി, ശബ്ദം, ധ്വനി, വചനം ഉരുവിട്ടു, മറിയം. ആ ഒരൊറ്റ ധ്വനിയിൽ
വചനധ്വനിയിൽ, ആ ശബ്ദത്തിൽ മറിയം തിരിച്ചറിയുകയാണ് കർത്താവിനെ. അടുത്ത നിമിഷം അവൾ മറുപടി വിളിച്ചു പറഞ്ഞു, റബുനി, എൻ്റെ ഗുരുവേ. എന്തുകൊണ്ടാണ് മറിയത്തിന് ഈശോയെ ഉത്ഥാനാനന്തരം തിരിച്ചറിയാൻ കഴിയാതെ പോയത്? അതാണ് ദൈവത്തിൻ്റെ മൂന്നാമത്തെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്നത്. ഈശോ പരിവർത്തിത സാന്നിധ്യത്തിലായിരുന്നു. ട്രാൻസ്ഫോംഡ് പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പരിവർത്തിത സാന്നിധ്യം. പരിവർത്തിത സാന്നിധ്യം. ഉത്ഥാനം പരിവർത്തനമായിരുന്നു. ആത്മീയമായി, ആത്മാവായി മാറി, ആത്മീയ ശക്തിയായി മാറി. പരിവർത്തിത ശരീരം, ട്രാൻസ്ഫോംഡ് ബോഡി. നമുക്കറിയാം, സ്ഥൂലം, സൂക്ഷ്മം, അക്ഷയം, അനശ്വരമായ പരിവർത്തിത ശരീരം. ഇതാ മൂന്ന് ഈശോയുടെ, ദൈവത്തിൻ്റെ മൂന്ന് സാന്നിധ്യങ്ങളെ വചനം പരിചയപ്പെടുത്തി കഴിഞ്ഞു. ആത്മീയ സാന്നിധ്യം, ശാരീരിക സാന്നിധ്യം, പരിവർത്തിത സാന്നിധ്യം. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 വചനങ്ങൾ. യഹൂദരോടുള്ള ഭയം നിമിത്തം കതകടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് അരുളി ചെയ്തു, ശ്ലാമ അമക്കോൻ, പീസ് ബി വിത്ത് യു. ഈശോ എങ്ങനെ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി? ഈശോ പരിവർത്തിത ശരീരത്തിലായിരുന്നു. പരിവർത്തിത ശരീരത്തിലായിരുന്നു ഈശോ. അതുകൊണ്ടാണ് കതകടച്ചിരിക്കുമ്പോഴും ഈശോ അവരുടെ മുന്നിൽ പ്രത്യക്ഷനായത്. ബങ്കറുകൾ തുളച്ചുപോലും കടന്നു ചെല്ലുന്ന ദൈവശക്തി, ലോകത്തിലെ ഒരു നിയന്ത്രണങ്ങൾക്കും ഒരു അതിർത്തികൾക്കും കൂട്ടിക്കെട്ടി പൂട്ടിക്കെട്ടി വയ്ക്കാൻ സാധിക്കാത്ത ദൈവ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണതയായി ദൈവം മാറുകയാണ്. അതിരുകളില്ലാത്ത, അതിർത്തികളില്ലാത്ത, ബങ്കറുകളില്ലാത്ത, കരിങ്കൽ ഭിത്തികൾക്ക് പോലും തടയാനാവാത്ത, ലോകത്തിൽ, വിശ്വപ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും തടയാനും മറയ്ക്കാനും മറക്കാനുമാകാത്ത ശക്തിയായി എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു സംഭവം ഓർക്കുകയാണ്. അവൻ ഒരിക്കൽ മധ്യപ്രദേശിൽ ഒരു ദീർഘയാത്രയ്ക്ക് പോവുകയാണ്. അവനൊരു ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്നത് ഖജുറാഹോയിൽ നിന്ന് ഗ്വാളിയറിലേക്കാണ് അവൻ യാത്ര ചെയ്യുന്നത്. ഗ്വാളിയറിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഛത്രപൂർ കഴിഞ്ഞ് പൃഥ്വിപൂർ എന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ ബൈക്കിന് മുന്നിലും പിന്നിലും ഒരു പറ്റം ആളുകൾ അവനെ തടഞ്ഞു. അവൻ്റെ മുൻപിലും പിൻപിലും ഉള്ള പല ബൈക്കുകളിലെത്തി ഇവനെ തടയുകയാണ്. ഇവനോട് പറയുകയാണ്, നിൻ്റെ കയ്യിലുള്ള ബാഗ് എടുക്കുക, കയ്യിലെ വാച്ച് അഴിക്കുക, പേഴ്സ് എടുക്കുക, എല്ലാം പുറത്തെടുക്കുക. അവനെല്ലാം പുറത്തെടുത്തു. ഓരോ വസ്തുക്കളും അവിടെ കൂടിയിരുന്നവർ, അവനെ വളഞ്ഞവർ ഓരോന്നായി തങ്ങളുടെ കൈകളിലേക്ക് വാങ്ങിച്ചെടുത്തു. ഇവൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഇവരോട് പറഞ്ഞു, വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നതിനുള്ള കാശെങ്കിലും തരണം. അവർ 100 രൂപ എടുത്തു കൊടുത്തു. വീണ്ടും അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കാർഡുകൾ, പേഴ്സിലിരിക്കുന്ന കാർഡുകൾ തിരിച്ചു തരണം. അവർ പറഞ്ഞു, തരില്ല. ഇനി കൂടുതൽ സംസാരിക്കാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, നീ പോയിക്കൊള്ളുക. പക്ഷേ ഇവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൻ പറഞ്ഞു, എൻ്റെ കാർഡുകൾ കിട്ടാതെ ഞാൻ പോവില്ല. ഉടനെ ആ ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റൻ എന്ന് തോന്നിപ്പിക്കുന്നവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹോക്കി കളിക്കുന്ന വടി, ആ വടി കൊണ്ട് ഇവൻ്റെ വണ്ടി അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങി, ആക്രമിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഇവൻ വണ്ടിയിൽ നിന്നും ബൈക്കിൽ നിന്ന് എടുത്ത് ചാടി അരികിലേക്ക് മാറി നിന്നു. ഇവനെ അടിക്കുവാനായി മറ്റുള്ളവർ ഒരുമിച്ച് കൂടി. ഇവനെ ആക്രമിക്കുവാനായി ഒരുമിച്ച് കൂടിയപ്പോൾ ഇവൻ പറയുന്നത്, ഇവൻ മുൻപിൽ കണ്ട വഴിയെ മുമ്പോട്ടോടി. പക്ഷേ ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ്റെ പുറകെ വന്നവർ മറ്റു വഴിയെ, ഇവനെ പിന്തുടരാതെ തൊട്ടടുത്ത് കണ്ട മറ്റൊരു വഴിയെ ഓടുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ഇവൻ അറിയില്ല. ഇവൻ ഇവരുടെ അടി പേടിച്ച്, അക്രമം പേടിച്ച് മുൻപിൽ കണ്ട വഴിയെ മുൻപോട്ടോടി. കുറച്ചു ദൂരം ഓടിയിട്ട് ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ കാണുന്നത്, ഇവനെ പിന്തുടർന്നു വന്നവർ അതിൽ നിന്ന് കാണുന്ന മറ്റൊരു വഴിയെ ഓടുകയാണ്.
മറ്റൊരു വഴിയെ ഓടുകയാണ്. ഇവൻ ദൂരെ നിന്ന് ഇത് കാണുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഹിന്ദിയിൽ വിളിച്ചു പറയുന്നുണ്ട്, ഓ ഭാഗ്യയാ ഉസ്കോ പക്കടോ, അവൻ ഓടിപ്പോയി, അവനെ പിടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരടുത്ത വഴിയെ ഓടുന്നത്. ഇവൻ അത്ഭുതപ്പെട്ടു, ഇതെന്താണ് സംഭവം, എന്താണെന്ന് അവന് മനസ്സിലായില്ല. കുറേ നിമിഷങ്ങൾക്ക് ശേഷം അവൻ തിരികെ വന്നു, ആ ബൈക്ക് എടുത്ത് അവൻ പോന്നു. പക്ഷേ ഇന്നും അവൻ അത്ഭുതത്തോടെ പങ്കുവെക്കുന്നൊരു കാര്യമുണ്ട്. ആരോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഏതോ ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ എന്നെ ആക്രമിക്കുവാൻ വന്നവരുടെ ശ്രദ്ധയെ മാറ്റിവിട്ടു. ആരോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, ആരുമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നിന്നെ അക്രമികളിൽ നിന്നും രക്ഷിച്ചത്. അവരുടെ ശ്രദ്ധയെ വഴിതിരിച്ചു വിട്ടതും മറ്റു വഴിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോയതും ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് നീ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ആത്മീയ സാന്നിധ്യം, ശാരീരിക സാന്നിധ്യം, പരിവർത്തിത സാന്നിധ്യം. ഈ പരിവർത്തിത സാന്നിധ്യത്തിൽ നിന്നാണ് ഈശോ ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്യുന്നത്. യഹൂദരോടുള്ള ഭയം നിമിത്തം കതകടച്ചിരിക്കെ അവിടെ വന്ന് ഈശോ അവരെ അഭിസംബോധന ചെയ്യുകയാണ്. ശ്ലാമ അമുക്കോൻ, പീസ് ബി വിത്ത് യു, സമാധാനം നിങ്ങളോടുകൂടെ. ഇനി ഈ സമാധാനം എന്തെന്നാണ് നാം അറിയേണ്ടത്. ഇത് ദൈവത്തിൻ്റെ തന്നെ ചൈതന്യമാണ്. എന്നിട്ട് ഈശോ ശിഷ്യരോട് പറയുന്നുണ്ട്, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിശ്വാസം, ബ്രീത്ത്, റൂഹ, ആത്മാവ്, ചൈതന്യം, ജീവസത്ത, ജീവചൈതന്യം, ദൈവത്തിൻ്റെ ജീവചൈതന്യം. ഇതാ പരിവർത്തിത ശരീരത്തിലായിരുന്ന ഈശോ 1 കൊരിന്ത്യർ 15:45 വചനം പറയുകയാണ്, ആദ്യത്തെ ആദം ജീവനുള്ള പ്രാണിയായി തീർന്നു, എന്നാൽ അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി മാറി. ആ ആത്മാവിനെയാണ് ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആ ഒരു നിശ്വാസത്തോടുകൂടി ശിഷ്യന്മാർ മുഴുവനും യേശുവിൻ്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞവരായി മാറി. ആ നിമിഷം വരെ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്നവർ, ആ നിമിഷം വരെ ഭയം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതിരുന്നവർ, ആ നിമിഷം വരെ ഭയം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതിരുന്നവർ, ആ നിമിഷം വരെ ഭയം കൊണ്ട് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ കഴിയാതിരുന്നവർ, ആ നിമിഷം വരെ പ്രാണഭയം കൊണ്ട് സകലതും നഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടും ആരുടെ അടുത്തും ആശ്രയം തേടാൻ പോലും പോകാൻ കഴിയാതിരുന്നവർ, ഇത് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തൻ്റെ ഇടത്തോടെ, ധൈര്യത്തോടെ റോമിൻ്റെ അധികാരികളുടെ മുൻപിൽ, യൂത പ്രമാണികളുടെ മുൻപിൽ തൻ്റെ ഇടത്തോടെ പ്രസംഗിക്കാൻ തുടങ്ങി. ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രസംഗിക്കുവാൻ വേണ്ടി കടന്നുപോയ പത്രോസ്, വഴിയരികിൽ പത്രോസിൻ്റെ നിഴലെങ്കിലും പതിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ രോഗികൾ തടിച്ചുകൂടി. ആ നിഴൽ വീണവർ പോലും സൗഖ്യം പ്രാപിച്ചു. തന്നോട് ഭിക്ഷയാചിച്ച സുന്ദരകവാടത്തിങ്കിൽ തന്നോട് ഭിക്ഷയാചിച്ച ഭിക്ഷക്കാരൻ്റെ കണ്ണുകളിൽ നോക്കി ശിഷ്യൻ പറഞ്ഞു, നിനക്ക് തരാൻ എന്നിരികയിൽ വെള്ളിയില്ല, സ്വർണമില്ല, പക്ഷേ ഒന്നുണ്ട്, അത് ഞാൻ തരുന്നു. ജീവിക്കുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ നീ എണീറ്റ് നടക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, അവരിൽ നിവസിച്ച പരിശുദ്ധാത്മശക്തി, അവരിൽ നിവസിച്ച യേശുവിൻ്റെ ശക്തി അവനെ എണീപ്പിച്ചു നിർത്തി. അവൻ ആഹ്ലാദിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതാണ് അടുത്ത സാന്നിധ്യം. വചനം പറയുന്നു, നടപടി പുസ്തകം 2-ാം അധ്യായം 32-ാം വചനം, 2-ാം അധ്യായം മുഴുവനും പറയുന്നത് ഇതാണ്, രക്ഷ പ്രാപിച്ചവരെ ആത്മാവ് ഒരു സമൂഹമായി കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. രക്ഷ പ്രാപിച്ചവരുടെ സമൂഹം, അതാണ് അടുത്ത സാന്നിധ്യം. മിസ്റ്റിക്കൽ ബോഡി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മൗതിക ശരീരം, സഭ, രക്ഷ പ്രാപിച്ചവരുടെ സമൂഹം. അപ്പോൾ ഒന്നുകൂടി ഓർത്ത് നോക്കുക, ആത്മീയ സാന്നിധ്യം, ശാരീരിക സാന്നിധ്യം, പരിവർത്തിത സാന്നിധ്യം, ഇപ്പോൾ ഇതാ മൗതിക സാന്നിധ്യം, ദൈവത്തിൻ്റെ മൗതിക സാന്നിധ്യം.
ദൈവത്തിൻ്റെ ശക്തിയാണ് സഭയിൽ നിലനിന്നത്. അതുകൊണ്ടാണ് പത്രോസും ശിഷ്യരും തങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചപ്പോൾ പല പല ദേശങ്ങളിൽ നിന്ന് വന്നവർ തങ്ങളുടേതായ ഭാഷകളിൽ ആ വചനവും സന്ദേശവും സ്വീകരിച്ചു. മാമോദീസ അനുഷ്ഠാനം ചെയ്യപ്പെട്ടു, കൈവയ്പ് ശുശ്രൂഷകൾ അനുഷ്ഠിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ പ്രവർത്തനങ്ങളെ ദൃഢീകരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ശക്തി പ്രകടമായി, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തന നിരതമായി, ദൈവത്തിൻ്റെ ശക്തി ലോകത്തിൻ്റെ അതിർത്തികളോളം പടർന്നു. തർക്കങ്ങളും സംഘർഷങ്ങളും ഒഴിവായി ജനം കർത്താവിനെ ഏറ്റുപറഞ്ഞു. സഭ വളരുകയായി. മൗതിക ശരീരം. വീണ്ടും അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46, 47, 48 വചനങ്ങൾ വളരെ വ്യക്തമായി 6-ാം അധ്യായം മുഴുവനിലും പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഇതെൻ്റെ രക്തമാണ്, ഇത് കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. തൻ്റെ ശരീരരക്തങ്ങളെ പങ്കുവെച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്. ആ പങ്കുവയ്പ്പിൻ്റെ പൂർണ്ണതയിലേക്ക്, കൃപാപൂർണ്ണതയിലേക്ക് സഭ വളരുകയാണ്. എന്താണ്? സക്രമെൻ്റൽ പ്രസൻസ് ഓഫ് ഗോഡ്, കൗദാശിക സാന്നിധ്യം ദൈവത്തിൻ്റെ. പ്രിയപ്പെട്ടവരെ, ഓരോ കൗദാശയിലൂടെയും ആ ദൈവം എൻ്റെ മനസ്സിലേക്കും മനസാക്ഷിയിലേക്കും ശരീരത്തിലേക്കും ആത്മാവിലേക്കും കിനിഞ്ഞിറങ്ങുകയാണ്. ആത്മീയ സാന്നിധ്യമായി, ശാരീരിക സാന്നിധ്യമായി, പരിവർത്തിത സാന്നിധ്യമായി, മൗതിക സഭാ ശരീരത്തിൻ്റെ സാന്നിധ്യമായി, സാക്രമെൻ്റൽ കൂദാശ സാന്നിധ്യമായി ആ ദൈവം നമ്മോട് കൂടെ വസിക്കുകയാണ്. ഇതിൽ പരം എന്തു വേണം എനിക്ക്? നമ്മുടെ ദൈവം നമ്മോടുകൂടെ, എൻ്റെ ദൈവം എന്നിൽ നിറയുന്നവൻ. നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഈ ദൈവം നമ്മോടുകൂടെയുള്ള അനുഭവം നിറയണം. ഓരോ വ്യക്തി ജീവിതത്തിലും നിറയണം. പൈശാചികതയുടെ അന്ധകാര ശക്തികളുടെ ആസക്തിയിൽ നിന്ന്, അന്ധകാര ശക്തികളുടെ സ്വാധീനത്തിൽ നിന്ന് വിടുതൽ നേടാൻ ഈ ഒരു അനുഭവത്തിലേക്ക് വളർന്നാൽ മതി. ലഹരിയുടെ അടിമത്തിൽ നിന്ന്, ജഡാസക്തിയിൽ നിന്ന്, ലൈംഗികതയുടെ അതിപ്രസരത്തിൽ നിന്ന്, സാമൂഹിക തിന്മകളിൽ നിന്ന്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ദുരുപയോഗത്തിൽ നിന്ന്, ദുഷ്ടതയിൽ നിന്ന്, മ്ലേച്ഛതയിൽ നിന്ന് വിടുതൽ നേടാൻ ദൈവത്തിൻ്റെ ഈ സാന്നിധ്യത്തെ അനുഭവിക്കാൻ ഹൃദയം തുറക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടുകൂടെ വസിക്കുന്ന ദൈവമേ, അനന്തശക്തിയായി, ആത്മീയമായി, ശാരീരികമായി, പരിവർത്തിത സാന്നിധ്യമായി, മൗതിക ശരീരമായി, കൂദാശയായി എന്നോടുകൂടെ വസിക്കുന്ന ദൈവമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബാംഗങ്ങളെയും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ജനത്തെയും ദൈവമായ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശോഭയിൽ സ്ഥിരപ്പെടുത്തണമേ. നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന, ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനായ ദൈവമേ, ആമേൻ.